തിരുവചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിന്ന് കേൾക്കാൻ പോകുന്ന തിരുവചനത്തിൻ്റെ വലിയ ശക്തിയും വലിയ അഭിഷേകവും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും വന്ന് നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം സത്യമാണ്. മനുഷ്യരുടെ വാക്കുകൾ പോലെയല്ല ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം സത്യമാണ്, അത് ഫലം പുറപ്പെടുവിക്കുന്നതാണ്. കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് യേശയ്യായുടെ പുസ്തകത്തിലൂടെ. എന്ത് ലക്ഷ്യമാണോ ദൈവത്തിൻ്റെ വചനത്തിനുള്ളത്, അത് ആ ലക്ഷ്യം നിറവേറ്റി അത് ദൈവത്തിലേക്ക് മടങ്ങുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഈശോ മിശിഹ തന്നെ നമുക്ക് സാക്ഷ്യപ്പെടുത്തി നമ്മോട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്, സത്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ. കർത്താവിൻ്റെ വചനം ശ്രവിക്കാനായി നമുക്കൊരുങ്ങാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി, അപാരമായ കൃപ ഈ സമയം നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. യോഹന്നാൻ 15 കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. കർത്താവിൻ്റെ ഈ വചനം, ദൈവത്തിൻ്റെ വചനം ഈ സമയം നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ സമയം വിശുദ്ധീകരിക്കട്ടെ. നവമായി ആരംഭിക്കാനുള്ള ശക്തി ദൈവത്തിൻ്റെ വചനം ഈ സമയം നമുക്ക് നൽകട്ടെ. നമ്മൾ കേൾക്കാൻ പോകുന്ന വചനത്തിൻ്റെ വലിയ കൃപ ഇപ്പോൾ തന്നെ നമ്മിൽ വന്ന് നിറയട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് യാചിക്കാം. അമ്മ നമ്മെ സഹായിക്കും. ദൈവവചനം ഉദരത്തിലും ഹൃദയത്തിലും വഹിച്ച അമ്മ ഈ സമയം നമ്മെ ഓരോരുത്തർക്കും വേണ്ട കൃപകൾ സ്വർഗത്തിൽ നിന്ന് വാങ്ങി നമ്മെ സഹായിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വലിയ അഭിഷേകം യോഹന്നാന് ലഭിച്ച വെളിപാടായി നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ഈ വലിയ ദർശനങ്ങൾ ഈ മകന് കർത്താവ് കൊടുത്തതും ഒക്കെ എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. എത്ര വലിയ ദർശനങ്ങളാണ് ദൈവം യോഹന്നാന് കൊടുക്കുന്നത്. യോഹന്നാൻ പാത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ആ വചനത്തിൽ തന്നെ യോഹന്നാൻ പറയുന്നുണ്ട്, പാത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ട് അവിടെ വെച്ച് എനിക്ക് ദൈവം ദർശനം നൽകി. നാട് കടത്തപ്പെട്ട, മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട, തഴയപ്പെട്ട, എനിക്ക് തന്നെ ആവശ്യമില്ല, അതുകൊണ്ട് നീ ഈ നാട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ എനിക്ക് നീ ഒരു ഭാരമാണ്, ഈ നാട്ടിൽ നിന്ന് നീ പോകണം. കർത്താവിനോട് പറഞ്ഞില്ലേ, കർത്താവെ നീ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നുവെന്ന് കർത്താവിനോട് ചില നാട്ടുകാർ പറഞ്ഞതായിട്ട് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ഈശോ കല്ലറയിൽ കഴിഞ്ഞ സഹോദരന് സൗഖ്യം നൽകി കഴിഞ്ഞപ്പോൾ, പന്നിക്കൂട്ടത്തിലേക്ക് അവനിൽ വസിച്ചിരുന്ന പിശാചുക്കളോട് പോകാൻ പറഞ്ഞപ്പോൾ ജനം വന്ന് കറന്നു, കർത്താവെ നീ ഈ നാട്ടിൽ നിന്ന് പോകണം. സഹോദരങ്ങളെ, ഇവിടെ യോഹന്നാൻ നാട് കടത്തപ്പെടുകയാണ്. ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞ യോഹന്നാൻ. ചിലപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നല്ല കാര്യങ്ങൾ പറയുന്നത് കൊണ്ട്, കൃപയുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ചിലപ്പോഴെങ്കിലും നമ്മൾ മാറ്റി നിർത്തപ്പെട്ടേക്കാം. വിഷമിക്കേണ്ട. യോഹന്നാൻ ലഭിച്ച വെളിപാടിൽ നിന്ന് ഒരു വചനം നമുക്ക് ഈ സമയം ശ്രവിക്കാം. കർത്താവിനെക്കുറിച്ച് നൽകിയ സാക്ഷ്യത്തെ പ്രതി പാത്മോസ് എന്ന ദ്വീപിലായിരുന്നു ഞാൻ. യോഹന്നാൻ പറയാണ്, പാത്മോസ് എന്ന് പറയുന്ന ദ്വീപിലായിരുന്നു ഞാൻ. അവിടെ വെച്ച് എന്താ സംഭവിക്കുന്നത് നോക്കാം. 1-ാമത്തെ അധ്യായം വെളിപാട് പുസ്തകം 10-ാമത്തെ വാക്യം ആദ്യം ശ്രദ്ധിക്കുക. കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ. കർത്താവിൻ്റെ ദിവസത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ. സഹോദരങ്ങളെ, പാത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ട യോഹന്നാന് വേണമെങ്കിൽ അവിടെ ഇങ്ങനെ നടക്കാമായിരുന്നു, വേറെ പല കാര്യങ്ങളും ചെയ്ത്. എന്നാൽ
കർത്താവിൻ്റെ ദിവസത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച ദിവസത്തിൽ യോഹന്നാൻ ചെയ്തത് എന്താണ്? യോഹന്നാന് ദൈവം കൊടുത്തത് എന്താണ്? ആത്മാവിൽ ലയിച്ചിരിക്കാനുള്ള ഒരു കൃപ. നമ്മൾ നെട്ടോടെ ഓടുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നാട് കടത്തപ്പെടുന്ന, മാറ്റി നിർത്തപ്പെടുന്ന, ജീവിതത്തിൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന, തളർച്ചകൾ അനുഭവിക്കുന്ന അങ്ങനെ ഒരുപാട് മക്കൾ, സഹോദരങ്ങളെ, ഞായറാഴ്ച ദിവസം എന്ത് ചെയ്യണം? ഞായറാഴ്ച ദിവസം നീ ഏത് അവസ്ഥയിലാണെങ്കിലും, നാട് കടത്തപ്പെട്ട അവസ്ഥയിലാണ് യോഹന്നാൻ ആയിരിക്കുന്നത്. അപ്പം നമ്മൾ ഏത് അവസ്ഥയിലാണെങ്കിലും സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാത്ത അവസ്ഥയിലാണെങ്കിലും, ഗൾഫിലാണെങ്കിലും, എവിടെയാണെങ്കിലും, ഞായറാഴ്ച ദിവസം ആത്മാവിൽ ലയിച്ചിരിക്കേണ്ട ദിവസമാണ്. ആത്മാവിൽ ലയിച്ചിരിക്കേണ്ട ദിവസമാണ്. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ കർത്താവിൻ്റെ ദിവസത്തെപ്പറ്റി ഒരു പ്രബോധനം ഇറക്കിയിട്ടുണ്ട്. നമുക്കറിയാം, കർത്താവിൻ്റെ ദിവസം, ദ ഡേ ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ ദിവസം എന്ന് പറയുന്ന ആ പ്രബോധനത്തിൽ കർത്താവിൻ്റെ ദിവസം എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും ഞായറാഴ്ചയിലൂടെ പോകുന്നവരാണ് സഹോദരങ്ങളെ. നമുക്ക് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ആ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഞായറാഴ്ച എന്താണുള്ളത്? പള്ളിയിലേക്ക് പോയി ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നതിലപ്പുറം നമുക്ക് ആ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകത നമുക്ക് വേറെ അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ലെങ്കിൽ യോഹന്നാൻ ഇന്ന് നമ്മോട് പറയുകയാണ്, അന്നത്തെ ദിവസം കർത്താവിൽ ലയിച്ചിരിക്കാൻ, ആത്മാവിൽ ലയിച്ചിരിക്കാൻ കർത്താവ് നമ്മെ പ്രത്യേകം വിളിക്കുന്ന ദിവസമാണ്. വാ മോനെ വാ. ഈ 7 ദിവസത്തിൽ 6 ദിവസവും നീ പല കാര്യങ്ങളിൽ ലയിച്ചിരുന്നു. ലോകത്തിൻ്റെ കാര്യങ്ങളിൽ, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ, രോഗങ്ങളിൽ, പീഡകളിൽ ഒക്കെ നീ ലയിച്ചിരുന്നു. ഈ ദിവസം നീ എൻ്റെ അടുത്ത് വാ, ഞാൻ നിന്നെ ആത്മാവിൽ ലയിപ്പിച്ച് വലിയ കൃപകൾ നിനക്ക് കാണിച്ചു തരാം. ഈശോ നമ്മൾ വിളിക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഞായറാഴ്ച ദിവസം കർത്താവിൽ നമ്മൾ ലയിച്ചിരിക്കണം. എന്ത് ദർശനമാണ് കർത്താവ് ഞായറാഴ്ച ലയിച്ചിരിക്കുമ്പോൾ യോഹന്നാന് കൊടുത്തതെന്ന് നമുക്ക് നോക്കാം. 11-ാമത്തെ വാക്യം തുടങ്ങി അത് വിവരിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ഒരു ദർശനം, വലിയ മഹത്വത്തിൻ്റെ ദർശനം യോഹന്നാന് കർത്താവ് കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, മഹത്വാനായ കർത്താവിൻ്റെ ഒരു ദർശനം നമുക്കുണ്ടാവണം. മഹത്വാനായ കർത്താവിൻ്റെ ഒരു വെളിപാട് നിങ്ങൾക്കും എനിക്കും ലഭിക്കണം. ലഭിച്ചേ മതിയാവൂ. വിശുദ്ധ പരിശുദ്ധ പിതാക്കന്മാർ, പ്രത്യേകിച്ച് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ വിശുദ്ധ കുർബാനയെ പറ്റി പറയുന്ന സമയത്ത് ബെനഡിക്റ്റ് പാപ്പ പറയുന്നുണ്ട്, വിശുദ്ധ കുർബാന എപ്പോഴാണ് സജീവമാകുന്നത്? എപ്പോഴാണ് സജീവമാകുന്നതെന്ന് അറിയാവോ? പ്രാർത്ഥനകൾ ഉറക്കെ ചെല്ലുമ്പോഴാണോ? അതോ കൈകൂപ്പുമ്പോഴാണോ? നിൽക്കുമ്പോഴാണോ? ഇരിക്കുമ്പോഴാണോ? പാട്ടുപാടുമ്പോഴാണോ? പരിശുദ്ധ പിതാവ് പറയുക, അപ്പോഴൊന്നും അല്ല വിശുദ്ധ കുർബാന സജീവമാകുന്നത്. എപ്പോഴാണെന്ന് അറിയാവോ? ജീവിക്കുന്നവനായ ക്രിസ്തുവിനെ നീ കണ്ടുമുട്ടുമ്പോൾ മാത്രമാണ് വിശുദ്ധ കുർബാന നിനക്ക് സജീവമായി അർപ്പിക്കാൻ പറ്റുന്നത്. മഹത്വമുള്ള ഒരു ദൈവത്തെ ഞാൻ കണ്ടുമുട്ടണം. യോഹന്നാൻ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. കാഹളത്തിൻ്റേത് പോലുള്ള ഒരു വലിയ സ്വരം എൻ്റെ പിറകിൽ നിന്ന് ഞാൻ കേട്ടു. അപ്പോൾ യോഹന്നാൻ്റെ പിറകിൽ ഒരു സ്വരം, കാഹളമൂതുന്ന ഒരു സ്വരം, മഹത്വത്തിൻ്റെ ഒരു സ്വരം, ശക്തിയുടെ ഒരു സ്വരം യോഹന്നാൻ കേൾക്കുകയാണ്. നാട് കടത്തപ്പെട്ട യോഹന്നാന് ആശ്വാസത്തിൻ്റെ അഭിഷേകവുമായി ഇതാ കർത്താവ് കാഹളമൂതി വരുന്നു. ജോഷുവയുടെ പുസ്തകത്തിൽ നമുക്കറിയാം, ഒരു ജെറിക്കോ പട്ടണത്തെ തകർക്കാൻ വേണ്ടി കർത്താവ് പറയുന്നത് കാഹളമൂതി പോവുക എന്ന്. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ, ശക്തിയുടെ അടയാളമാണ് കാഹളം. അപ്പോൾ കാഹളമൂതുന്ന ഒരു സ്വരം അദ്ദേഹം പിറകിൽ നിന്ന് കേട്ടു. നീ കാണുന്നത് ഒരു ഗ്രന്ഥത്തിൽ എഴുതി എഫേസോസ്, സ്മിർന, പെർഗാമോസ്, തിയത്തീറ, സാർദിസ്, ഫിലദൽഫിയ, ലവോദിക്കിയ എന്നീ 7 സ്ഥലങ്ങളിലെ സഭകൾക്ക് അയച്ചു കൊടുക്കുക. ഇങ്ങനൊരു ഒച്ച, കാഹളം പോലെ ദൈവത്തിൻ്റെ ശക്തിയുടെ അഭിഷേകം യോഹന്നാൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ദൈവം കൊടുക്കുകയാണ്. ഇത് നമുക്കും സംഭവിക്കുക സഹോദരങ്ങളെ. യോഹന്നാന് മാത്രമല്ല, മഹത്വമുള്ളൊരു ദൈവത്തിൻ്റെ ദർശനം നമുക്ക് വേണം. സഹോദരങ്ങളെ, ആരാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു? ആരാണ് ക്രിസ്തു? പല ആളുകൾ പല അഭിപ്രായങ്ങൾ ക്രിസ്തുവിനെ പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നല്ലൊരു ടീച്ചറാണ്, നല്ലവനാണ്, നല്ലൊരു ഗുരുവാണ്. നമുക്ക് ആരാണ് ക്രിസ്തു സഹോദരങ്ങളെ? നമ്മുടെ കർത്താവ് മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ ശ്ലീഹന്മാരോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, പ്രവാചകന്മാരിൽ ഒരുവനാണ്,
നീ ഏലിയ ആണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പത്രോസ് ചാടി എഴുന്നേറ്റ് ഉത്തരം പറയുകയാണ്. ആരാണ് ക്രിസ്തു? സഹോദരങ്ങളെ, ഈശോ സുഖപ്പെടുത്തിയ ഒരുപാട് ആളുകൾ ഈശോ ഒരു പ്രവാചകനാണെന്ന് വിശ്വസിച്ചിരുന്നു. ഒരു പ്രവാചകനാണ്. പലപ്പോഴായി അത് നമ്മൾ കാണുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ ഈശോ തന്നെ നേരിട്ട് വന്ന് അവരോട് ചോദിക്കുന്നുണ്ട്, എന്തിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്? നീ ഒന്നും അറിഞ്ഞില്ലേ? ഞങ്ങളൊരു പ്രവാചകനെ, വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ ഒരു പ്രവാചകനെ പറ്റിയാണ് പറയുന്നത്. ഈശോ പ്രവാചകനാണ് സഹോദരങ്ങളെ. നിങ്ങൾക്ക് ആരാ ഈശോ? നിങ്ങൾക്ക് കുറച്ച് അത്ഭുതങ്ങൾ തരുന്ന, എനിക്ക് കുറച്ച് അത്ഭുതങ്ങൾ ചെയ്യുന്ന, ദൈവനാമത്തിൽ കുറച്ച് കൃപകൾ തരുന്ന, ശക്തി കുറച്ച് പ്രകടമാക്കുന്ന ഒരു പ്രവാചകനാണോ ക്രിസ്തു? ആരാണ് ക്രിസ്തു? ആരാണ് എനിക്ക് ക്രിസ്തു? എൻ്റെ ഈശോ ആരാണ്? എൻ്റെ ദൈവമാണ് എൻ്റെ കർത്താവ് എന്ന് ഞാൻ പറയുന്നതിന് ചുമ്മാ അത് പറയാൻ പറ്റില്ല സഹോദരങ്ങളെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലല്ലാതെ ഇതാർക്കും പറയാൻ പറ്റില്ലെന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് പത്രോസേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, മാംസരക്തങ്ങൾ അല്ല, വെറൊരു മനുഷ്യൻ്റെ ബുദ്ധിയല്ല, നിനക്കിത് വെളിപ്പെടുത്തി തന്നത് സ്വർഗസ്ഥനായ പിതാവാണ്. പൗലോസ്ലീഹ പറയുന്നു, പരിശുദ്ധാത്മാവിനെ കൂടാതെ യേശു കർത്താവാണെന്ന്, ദൈവമാണെന്ന് ആർക്കും ഏറ്റുപറയാൻ സാധിക്കുകയില്ല. യേശു ദൈവമാണെന്ന് ഏറ്റുപറയാനായി എന്തിൻ്റെ അടയാളമാണ് എനിക്ക് ലഭിക്കേണ്ടത്? സഹോദരങ്ങളെ, എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. മഹത്വമുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം, മഹത്വമുള്ള ദൈവത്തിൻ്റെ ഒരു അഭിഷേകം, ഒരു അനുഭവം എനിക്ക് ലഭിക്കണം. എന്നാൽ മാത്രമേ ഞാൻ ക്രിസ്തു ദൈവമാണെന്ന് എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ ഹൃദയം കൊണ്ട്, എൻ്റെ ആത്മാവ് കൊണ്ട്, എൻ്റെ ശക്തി കൊണ്ട് ഞാൻ ഏറ്റുപറയുകയുള്ളൂ. മഹത്വമുള്ള ഒരു ദൈവത്തിൻ്റെ അനുഭവത്തിനായിട്ട് സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ യോഹന്നാന് ലഭിച്ചത് നോക്കുക. എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ഓക്കെ, കർത്താവിൻ്റെ മഹത്വം വരുന്നത് കണ്ടോ? സ്വർണം കൊണ്ടുള്ള 7 ദീപപീഠങ്ങൾ. 7 പീഠങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്, സ്വർണം കൊണ്ടുള്ള 7 പീഠങ്ങൾ. ദീപങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലെയുള്ള ഒരുവൻ. യോഹന്നാന് കർത്താവിൻ്റെ മനുഷ്യരൂപത്തിലുള്ള ഒരു ദർശനം കൊടുക്കുകയാണ്. നമ്മൾ പാട്ട് പാടാറില്ലേ, 7 തിരികൾക്ക് നടുവിൽ മഹത്വപൂർണനായി കർത്താവ്, 7 തിരികൾ എന്നൊക്കെ പറയുന്നത് ഈ വചനത്തിനെ ആസ്പദമാക്കിയിട്ട് ആ ഗായകൻ എഴുതിയുണ്ടാക്കിയ പാട്ടാണത്. ഇന്നും 7 തിരികൾ കത്തിച്ചു വയ്ക്കുന്നതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം ഇതാണ്. 7 തിരികൾക്ക്, 7 പീഠങ്ങൾക്ക് മധ്യത്തിൽ സർവശക്തനായ മനുഷ്യനെ പോലുള്ള ഒരുവൻ. അവൻ്റെ പ്രത്യേകത എന്താ? അവന് മഹത്വം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സഹോദരങ്ങളെ ഞാനിത് പറയുന്നത്. കർത്താവിൻ്റെ ശക്തി നമ്മൾ അറിയണം. നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് സർവശക്തനായ ദൈവമാണെന്ന്. അവൻ വെറും ഒരു ഗുരുവൊന്നുമല്ല, അവൻ വെറും ഒരു പ്രവാചകനൊന്നുമല്ല, അവൻ ദൈവമാണെന്ന് എനിക്ക് അനുഭവപ്പെടണം. എൻ്റെ ഹൃദയം കൊണ്ട് ഞാനത് അനുഭവിക്കണം. അവൻ ദൈവമാ. സഹോദരങ്ങളെ, ഈശോ ഒരിക്കൽ വിശുദ്ധ കുർബാനയെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ, വിശുദ്ധ കുർബാനയെപ്പറ്റി ഞാൻ ജീവനുള്ള അപ്പമാണ്, എന്നെ ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സഹോദരങ്ങളെ, കുറേ ആളുകൾ ഈശോയെ വിട്ടുപോയി. ഈശോ അവരെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തിരികെ ഒന്നും വിളിക്കുന്നില്ല. ദൈവമാണവൻ എന്ന് വിശ്വസിച്ചേ മതിയാവൂ. വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ മഹത്വമുണ്ട്, ശക്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചേ മതിയാവൂ. എനിക്കതിൻ്റെ ദർശനം ലഭിക്കണം. അപ്പോൾ നോക്കിയാൻ സഹോദരങ്ങളെ, യോഹന്നാന് ലഭിച്ചത്, അവന് പാദം വരെ നീണ്ടു കിടക്കുന്ന മേലങ്കി, മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച, ഇതൊക്കെ മഹത്വത്തിൻ്റെ അടയാളമാണ് കേട്ടോ. അവൻ്റെ ശിരസും മുടിയുമാകട്ടെ വെൺമഞ്ഞു പോലെയും വെൺകമ്പിളി പോലെയും ധവളം. വെള്ള മുടിയും സഹോദരങ്ങളെ ശിരസും ഒക്കെ വെള്ള കളറ്, അത് വിശുദ്ധിയുടെ അടയാളമാണ്. ഞാൻ അവൻ്റെ കണ്ണുകൾ എങ്ങനെയാണ്? കണ്ണുകൾ തീ ജ്വാല പോലെ, ഭയങ്കര ജ്വലിക്കുന്ന കണ്ണുകൾ കർത്താവിൻ്റെ. പാദങ്ങൾ ചൂളയിൽ ഉരുക്കിയ പിച്ചള പോലെ, ഒന്നിനും തകർക്കാൻ പറ്റില്ല, ശക്തമായിട്ടുള്ള പാദങ്ങൾ. സ്വരം പെരുവെള്ളത്തിൻ്റെ പോലെ, എൻ്റെ പോലെയോ അങ്ങനെയുള്ള ആൾക്കാർ പെരുവെള്ളത്തിൻ്റെ പോലെ ഒച്ചയാണ്. ഭയങ്കര പവർഫുള്ളാണ് നമ്മുടെ ഈശോ. അവൻ്റെ വലത് കൈയിൽ 7 നക്ഷത്രങ്ങൾ, 7 നക്ഷത്രങ്ങൾ അവന് കയ്യിൽ പിടിച്ച് നിൽക്കുക. ഇനി എന്താ? വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് മൂർച്ചയുള്ള 2 വായ് തല വാൾ.
സഹോദരങ്ങളെ, വചനം വായിക്കുമ്പോൾ ഈ ഒരു ശക്തിയാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. എന്ത്? അവൻ്റെ നാവിൽ നിന്ന് വരുന്നത് ശക്തിയുള്ള വാൾ, ശക്തിയുള്ള, അങ്ങനെ തന്നെയാണ് വചനത്തിൽ ഉപയോഗിക്കുന്നത്, മൂർച്ചയുള്ള ഇരുവായ് തലവാൾ, മുഖം പ്രകാശിക്കുന്ന സൂര്യനെ പോലെ. ഇത് കണ്ടതോടുകൂടി സഹോദരങ്ങളെ, പവർഫുള്ളായിട്ടുള്ള ദൈവത്തെ കണ്ടതോടുകൂടി, മഹത്വമുള്ള ഈശോയെ കണ്ടതോടുകൂടി യോഹന്നാൻ വിറച്ച് മരിച്ചവനെ പോലെയായി എന്ന് തിരുവചനം പറയുന്നു. അവൻ്റെ കാൽക്കൽ വീണു, മരിച്ചവനെ പോലെയായി ഞാൻ കാൽക്കൽ വീണു. അപ്പോൾ നമ്മൾ അടുത്ത ഒരു കാര്യം കാണുക, ഈ സർവശക്തിയുള്ള ദൈവം, ഇത്രയും മഹത്വമുള്ള ദൈവം യോഹന്നാന് കൊടുക്കുന്ന അടുത്ത വെളിപാട് വളരെ വളരെ മനോഹരമാണ് സഹോദരങ്ങളെ. ഇത് നമ്മളെയും കർത്താവ് തരുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്താണെന്നറിയാമോ? ഭയപ്പെടേണ്ട. അവനോട് പറയാ, യോഹന്നാനെ നീ ഭയപ്പെടേണ്ട, ഞാനാണ് ആദ്യവും അന്ത്യവും, ആൽഫയും ഒമേഗയും. ഞാനാണ് ആദ്യവും അന്ത്യവും, ആൽഫയും ഒമേഗയും. ഞാൻ ദൈവമാണ്. കർത്താവ് പറയാ, ജീവിക്കുന്നവനാണ്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട്. നീ ഭയപ്പെടേണ്ട, നീ പേടിക്കണ്ട. ഇതാ മരണത്തിൻ്റെ, നരകത്തിൻ്റെ, സ്വർഗത്തിൻ്റെ താക്കോലുകൾ എൻ്റെ മകനെ എൻ്റെ കയ്യിലുണ്ട്. ഞാനാണ് ദൈവം. നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. അതുകൊണ്ട് ഉള്ളവയും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയും നീ ദർശനത്തിൽ കാണുന്ന സകലതും നീ രേഖപ്പെടുത്തുക. വലിയൊരു ദർശനം എൻ്റെ സഹോദരങ്ങളെ. വിശുദ്ധ യോഹന്നാന്, നാട് കടത്തപ്പെട്ട ഈ മകന് മഹത്വത്തിൻ്റെ ഒരു ദർശനം കർത്താവ് കൊടുക്കുക. നമ്മളൊരു കണക്കിന് പറയുകയാണെങ്കിൽ നാട് കടത്തപ്പെട്ടവരാണ്. എവിടെ നിന്ന്? പറുദീസയിൽ നിന്ന് നാട് കടത്തപ്പെട്ടവരാണ്. ഞാനും നിങ്ങളും ഒക്കെ പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. എന്നാൽ എന്നെ ഭയപ്പെടേണ്ട മോനെ, ഭയപ്പെടേണ്ട മോനെ, ഞാനാണ് ആദ്യവും അന്ത്യവും. അവസാന വാക്ക് എൻ്റേതാണ്. ഇതാ താക്കോൽ എൻ്റെ കയ്യിലാണ്. ദ ലാസ്റ്റ് വേർഡ്, എല്ലാത്തിൻ്റെയും അവസാന വാക്ക് ഞാനാണ്. താക്കോലുള്ള എൻ്റെ കയ്യിലാണ്. നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ഈ മഹത്വം സഹോദരങ്ങളെ നമ്മൾ അനുഭവിക്കണം. കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ അത്ഭുതത്തോടെ ഞാൻ വായിക്കാറുണ്ട്. യേശുവിൻ്റെ മഹത്വം പൗലോസ്ലീഹ കൊളോസോസുകാർക്കുള്ള ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുക. ഇങ്ങനെയാണ് പറയുന്നത്, സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ, ഇതിലപ്പുറമൊന്നും പറയാനില്ല, എന്തുമാകട്ടെ എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതായത് എല്ലാറ്റിൻ്റെയും മുകളിൽ ക്രിസ്തുവാണ്. എല്ലാറ്റിൻ്റെയും മുകളിൽ ക്രിസ്തുവാണ്. ഇങ്ങനെ വീണ്ടും പറയുന്നു, അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ, അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു, അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസാണ്, അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനുമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമസ്ഥാനീയമായി. എന്തെന്നാൽ അവനിൽ സർവസമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവം തിരുമനസ്സായി. ക്രിസ്തുവിൻ്റെ മഹത്വം നമ്മൾ ആഴമായി അനുഭവിക്കണം. ദർശനം കർത്താവിനോട് ചോദിക്കണം. ഈശോയെ, മഹത്വമുള്ള ഈശോയെ, അത് കുരിശിലായാലും കർത്താവിൻ്റെ ഉയർപ്പിലായാലും എവിടെയായാലും സഹോദരനെ, മഹത്വമുള്ള കർത്താവിനെ നമ്മൾ കണ്ടെത്തണം. ഞാൻ പീലാത്തോസിന് മുമ്പിൽ നിൽക്കുന്ന കർത്താവിനെ ആലോചിക്കാറുണ്ട്. പീലാത്തോസിന് മുമ്പിൽ എല്ലാവരാലും അവഗണിക്കപ്പെട്ട് ശിഷ്യന്മാരെല്ലാവരും ഈശോയുടെ അടുത്ത് നിന്ന് ഓടിപ്പോയി. ആരും ഈശോയുടെ കൂടെ ഇല്ല. പീലാത്തോസ് വലിയ രാജാവിനെ പോലെ ഇങ്ങനെ നിൽക്കുന്നു. ഈശോ പീലാത്തോസിന് മുമ്പിൽ ഒരു കുറ്റവാളിയെ പോലെ നിൽക്കുന്നു. പക്ഷെ നോക്കുക, പീലാത്തോസ് വരെ ഞെട്ടിപ്പോകുന്നത് ഈശോയുടെ മുമ്പിലാണ്. പീലാത്തോസ് വരെ ഞെട്ടിപ്പോവുകയാണ് ഈശോയുടെ മുമ്പിൽ. ഈശോയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനൊന്നും പീലാത്തോസിന് പറ്റുന്നില്ല. പീലാത്തോസ് പറഞ്ഞു, ഇതേ എനിക്ക് എല്ലാ അധികാരം ഉണ്ടെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ. കർത്താവ് പീലാത്തോസിൻ്റെ അടുത്ത് വളരെ ശാന്തനായിട്ട് കർത്താവ് പറയാ, എൻ്റെ പിതാവ് സ്വർഗസ്ഥനാണ്, എൻ്റെ രാജ്യം ഇവിടെയല്ല മുകളിലാണ്, എൻ്റെ രാജ്യം ഉന്നതമായ രാജ്യമാണ്, ഐഹികമല്ല. വലിയ ഒരു രഹസ്യം ഈശോ പറയാണ് ധൈര്യത്തോടെ. സഹോദരങ്ങളെ, ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് പറയാ, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നിന്റെ പൗരത്വം സ്വർഗത്തിലാണ്. നീ അമേരിക്കയുടെയോ ലണ്ടൻ്റെയോ ഇംഗ്ലണ്ടിൻ്റെയോ യൂറോപ്പിൻ്റെയോ പൗരനാകാനൊന്നും പരിശ്രമിക്കേണ്ട. ആവാൻ സാധ്യത ഉണ്ടെങ്കിൽ ആയിക്കോളൂ. നിന്റെ പൗരത്വം സ്വർഗത്തിലാണ്. ഒരു മഹത്വമുള്ള ദൈവത്തെ ഞാൻ കണ്ടെത്തണം, അനുഭവിക്കണം.
ഈശോ മഹത്വമുള്ള ദൈവമാണെന്ന് ഏറ്റുപറയണം. നമ്മുടെ പിതാവായ തോമാസ് ലീഹ ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി കൈകൂപ്പി കാണണം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ഈശോയെ ആരാധിക്കുകയാണ്. ആരാണ് ഈശോ സഹോദരങ്ങളെ? ആരാണ് ഈശോ? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് AD BC ആക്കി 2 തിരിച്ച ഒരു ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്നതിലപ്പുറം ഈശോ നിനക്ക് ആരാണ്? എങ്ങനെയുള്ള ഈശോയെയാണ് നീ നിൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ളത്? എങ്ങനെയുള്ള ഈശോയെയാണ് നീ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത്? ആരാണ് നിനക്ക് ഈശോ? പല പരിശുദ്ധ പിതാക്കന്മാർ ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം എൻ്റെ ഈശോ സർവശക്തനായ ദൈവമാണ് എന്നാണ്. ഈശോയെ അറിയാതിരുന്നൊരു വ്യക്തി ഒരു ധ്യാനത്തിലൊക്കെ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹത്തിന് അങ്ങനെ ഒന്നിലും ഒരു പ്രത്യേക വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. മാമോദീസ ഒന്നും സ്വീകരിച്ചിട്ടില്ല. ഒന്നിലും അങ്ങനെ പ്രത്യേകിച്ച് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കുരിശിൽ മരിച്ച ഈശോയെ കണ്ടിട്ട് ആദ്യം അദ്ദേഹം പറഞ്ഞ്, ഈ 3 ആണികളിൽ കിടക്കുന്ന ആളെയാണോ നമ്മൾ ആരാധിക്കുന്നത്? ഈ 3 ആണികളിൽ കുരിശിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരാളെ വല്ലവരും ആരാധിക്കുമോ? ഈ മനുഷ്യനെ വല്ലവരും ആരാധിക്കുമോ എന്ന് അദ്ദേഹം ബുദ്ധി കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പോയ ആ സഹോദരൻ അവസാനം ധ്യാനം കഴിഞ്ഞ് സാക്ഷ്യം പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. സഹോദരങ്ങളെ, ഞാൻ ഇങ്ങനെ ഒരു ദൈവത്തെയാണോ ആരാധിക്കുന്നത് എന്ന് ചിന്തിച്ച വ്യക്തിയാണ്. എന്നാൽ ആരാധനയുടെ സമയത്ത് കർത്താവ് എനിക്ക് കർത്താവിൻ്റെ മഹത്വം കാണിച്ചു തന്നു. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഈ തൂങ്ങിക്കിടക്കുന്നവൻ, 3 ആണികളിൽ തൂങ്ങിക്കിടക്കുന്നവൻ സർവശക്തനായ ദൈവമാണ്. ഈ 3 ആണികളിൽ തൂങ്ങിക്കിടക്കുന്നവന് എന്നെ രക്ഷിക്കാൻ കഴിവുണ്ട്. അവൻ്റെ കയ്യിൽ മരണത്തിൻ്റെ, നരകത്തിൻ്റെ, സ്വർഗത്തിൻ്റെ താക്കോലുകൾ അവൻ്റെ കയ്യിലുണ്ട്. ഒന്നിനും എന്നെ നിരാശപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ എന്നെ ശക്തിപ്പെടുത്താൻ കഴിവുള്ളവനാണ് അവൻ. സഹോദരൻ, ഈ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം, കടന്നു വരാം. ഈ ഒരു അനുഭവത്തിലേക്ക് യോഹന്നാനെ കർത്താവ് കൊണ്ടുപോയതുപോലെ താബോർ മലയിൽ വെച്ച് യോഹന്നാനും യാക്കോബും പത്രോസും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ വലിയൊരു ദർശനം കർത്താവ് കൊടുക്കുകയാണ്. മഹത്വത്തിൻ്റെ വലിയൊരു അനുഭവം അവർക്ക് കൊടുക്കുകയാണ്. ഒരു മുന്നാസ്വാദനമാണ്. എന്നാൽ പിന്നീട് ദർശനങ്ങളിലൂടെ കർത്താവ് അത് വെളിപ്പെടുത്തുകയും സ്ഥിരീകരിക്കുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നമുക്കൊരു കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ഒരു ദർശനം ഉണ്ടാകണം. കർത്താവ് മഹത്വമുള്ള സർവശക്തനായ ദൈവമാണ്, എല്ലാറ്റിൻ്റെ മേൽ അധികാരമുള്ളവനാണെന്ന് ആ ഒരു അനുഭവം സഹോദരൻ നമ്മൾ മറന്നു കളയരുത്. ഒരിക്കൽ ഞാൻ വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അധികാരത്തിന് മുമ്പിൽ വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞു തന്നൊരു കാര്യം. എൻ്റെ റൂമിൽ അന്ന് വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു. കാരണം ഈ നാട്ടിലല്ല, വേറൊരു സ്ഥലത്ത് പള്ളിയൊന്നുമില്ല. അത് കാരണം റൂമിൽ തന്നെയാണ് കുർബാന, പ്രധാനപ്പെട്ട റൂമിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ട് അവിടെ തന്നെയാണ് കുർബാനയൊക്കെ അർപ്പിച്ചിരുന്നത്. ആ സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, മോനെ ടിജോ, ഞാൻ സർവശക്തനാണെന്ന് നീ വിശ്വസിക്കണം. എല്ലാ അധികാരങ്ങൾക്കും മുകളിലാണ് എൻ്റെ അധികാരം എന്ന് നീ വിശ്വസിക്കണം. എൻ്റെ അധികാരം എല്ലാ അധികാരങ്ങൾക്കും മുകളിലാണെന്ന് നീ വിശ്വസിക്കണം. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഇത് പ്രചരിപ്പിക്കണം. സഹോദരങ്ങളെ, ഞാൻ ഒരിക്കലും സഹോദരനോട് വലിയ വിഷമം അനുഭവിക്കുന്ന, സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന സഹോദരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നീ ഇങ്ങനൊരു പ്രാർത്ഥന ചെല്ലണം. വിശ്വാസ പ്രമാണത്തിൻ്റെ ആദ്യത്തെ വരിയാണത്. സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണം. നീ വിശ്വസിക്കുന്നത് സർവശക്തനായ ദൈവത്തിലാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണം. ആ സഹോദരൻ അങ്ങനെ പറഞ്ഞ് സഹോദരങ്ങളെ, വലിയ തകർച്ചയിൽ നിന്ന്, സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് കർത്താവ് അവനെ കൈപിടിച്ചുയർത്തി. ഇന്ന് അവൻ എല്ലാവരുടെ അടുത്ത് അത് പറയും, സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന്. ആ അനുഭവം നമുക്ക് ദൈവം നൽകട്ടെ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. കുരിശിൽ മരിച്ചവൻ ദൈവമാണ്. 3 ആണികളിൽ തൂങ്ങിക്കിടക്കുന്നവൻ സർവശക്തനാണ്. ഈ ഭൂമിയിലുള്ള ഒന്നിനും അവനെ തോൽപ്പിക്കാനാവില്ല. അധികാരങ്ങളും ആധിപത്യങ്ങളും സിംഹാസനങ്ങളും രാജ്യങ്ങളും രാജാക്കന്മാരും എല്ലാം അവന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവൻ അതിനെല്ലാം മുകളിലാണ്. ഈ മഹത്വം വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വരുന്ന നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുവിനുണ്ട്. അവൻ്റെ മുമ്പിൽ, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാം. അമ്മേ, ഈ മഹത്വത്തിൻ്റെ അനുഭവം
അമ്മ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ഞെരുങ്ങുമ്പോൾ, തകരുമ്പോൾ, തളരുമ്പോൾ സർവശക്തനായൊരു ദൈവം കൂടെയുണ്ടെന്ന് അമ്മയെ ഞങ്ങൾക്ക് ദർശനം നൽകണമേ, അനുഭവം നൽകണമേ, അടയാളം നൽകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.